ഇത് താണ്ട ടീം ഇന്ത്യ. യെസ്, T20യിൽ അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ടീം വേറെ ലെവലാണെന്നേ. നല്ല ബാലൻസ്ഡ് ആയിട്ട് കിടിലൻ 11 കൂടി ഇറക്കിയപ്പോൾ ഗംഭീരമായിട്ടുള്ള വിജയം തന്നെ ഇന്ത്യൻ ടീം ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള ആദ്യ T20യിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. അഭിഷേക് ശർമ്മയുടെ പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. വേൾഡ് നമ്പർ 1 T20 ബാറ്റർ താൻ അങ്ങനെ വെറുതെ ഒന്നും ആയതില്ല എന്നുള്ളത് വീണ്ടും ബാറ്റ് കൊണ്ട് കളിച്ച് കാണിച്ചു തന്ന് അഭിഷേക് ശർമ്മ തെളിയിക്കുകയാണ്. 8 ഫോറുകളാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും മഴ പോലെ പെയ്തിറങ്ങിയതും, 5 കിടിലൻ ഫോറുകളും. യെസ്, അഭിഷേക് ശർമ്മ തന്നെയാണ് ഹീറോ. പക്ഷേ റിങ്കു സിംഗിനെ എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? റിങ്കു സിംഗ് നടത്തിയിട്ടുള്ള ഒരു ഫിനിഷിംഗിലെ ഗംഭീര പ്രകടനം, അതൊരു വേറെ ലെവൽ ഫിനിഷിംഗ് തന്നെയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഗ്ലെൻ ഫിലിപ്സ് 40 പന്തിൽ 78 റൺസ് നേടിക്കൊണ്ട് വലിയ തോതിൽ പരിശ്രമിച്ച് നോക്കിയെങ്കിൽ കൂടി അതൊന്നും ഇന്ത്യയുടെ ആ ഒരു കൂറ്റൻ സ്കോറിനെ മറികടക്കാൻ മതിയാവുമായിരുന്നില്ല. 48 റൺസിന്റെ ഗംഭീര വിജയം നേടിക്കൊണ്ട് T20യിൽ ഈ ഒരു ടീമിനെ തോൽപ്പിക്കാൻ ഏത് ടീമായാലും കുറച്ച് പാടാണെന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഗംഭീര പ്രകടനം. യെസ്, 5 മത്സരങ്ങളുടെ T20 സീരീസിൽ 1-0 ഇന്ത്യൻ ടീം ലീഡെടുത്തിരിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നതാണ് ടീം ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗിൽ ഏറ്റവും ഗംഭീര പ്രകടനം പുറത്തെടുത്തത് തീർച്ചയായിട്ടും ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും ഫിനിഷിംഗിൽ റിങ്കു സിംഗുമായിരുന്നു. രണ്ടുപേരും വെടിക്കെട്ട് ഗംഭീര പ്രകടനങ്ങളാണ് പുറത്തെടുത്തത്. ഏതായാലും ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 238 എന്ന വലിയ സ്കോർ തന്നെ ഇന്ത്യൻ ടീം ഉയർത്തിയിട്ടുമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ന്യൂസിലാൻഡിനെതിരെ T20യിൽ ഇന്ത്യ അടിക്കുന്ന ഏറ്റവും മികച്ച സ്കോറാണിത്, ഏറ്റവും ഉയർന്ന സ്കോറാണിത്, ഹയസ്റ്റ് ടീം സ്കോറാണിത്. ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനെത്തിയത് അഭിഷേക് ശർമ്മയോടൊപ്പം നമ്മുടെ സഞ്ജു സാംസൺ തന്നെയായിരുന്നു. പക്ഷേ സഞ്ജുവിന് കൂടുതൽ നേരം ക്രീസിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 7 പന്തിൽ 10 റൺസ് മാത്രമാണ് സഞ്ജുവിന്റെ സംഭാവന. 5 പന്തിൽ 8 റൺസാണ് ഇഷാൻ കിഷന്റെ സംഭാവന. പക്ഷേ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടാണ് നമ്മൾ കാണുന്നത്. അതെ, അദ്ദേഹം 35 പന്തിൽ 84 റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യയുടെ ടോപ്പ് സ്കോർ ആയതിനു ശേഷമാണ് മടങ്ങിയതും. ന്യൂസിലാൻഡിനെതിരെ ഒരു ഇന്ത്യക്കാരൻ നേടുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 എന്ന ഒരു വമ്പൻ റെക്കോർഡ് കൂടി അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് എ പ്ലെയർ, വാട്ട് എ ക്വാളിറ്റി പ്ലെയർ. ബാറ്റിംഗിൽ പിന്നെ എടുത്തു പറയേണ്ടത് റിങ്കു സിംഗിന്റെ ഗംഭീര ഫിനിഷിംഗ് ആയിരുന്നു. 20 പന്തിൽ 44 റൺസിന്റെ തകർപ്പൻ ക്യാമിയോ കളിച്ചുകൊണ്ടാണ് റിങ്കു സിംഗ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. ഏതായാലും റിങ്കു സിംഗ് ഈ ഒരു T20 സൈഡിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂബിൾ പ്ലെയർ ആണെന്നുള്ളത് കൃത്യമായി അത് ബാറ്റ് കൊണ്ട് ഒരിക്കൽ കൂടി അത് കളിച്ചു തന്നെ കാണിച്ചു തരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഇന്നത്തെ പ്ലേയിങ് 11 അത് സൂപ്പർബായിരുന്നു. ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു കിടിലൻ 11 തന്നെയാണ് ഇന്ത്യൻ ടീം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം അർഷ്ദീപ് സിംഗിന് കൃത്യമായി അവസരം കൊടുക്കുന്നു, അതേപോലെ റിങ്കു സിംഗിനെ പ്ലേയിങ് 11ലേക്ക് ഉൾപ്പെടുത്തുന്നു, ഹർഷിത് റാണയെ തൽക്കാലം ബെഞ്ചിലേക്ക് തന്നെ ഇരുത്തുന്നു. ഇതൊക്കെ ഒരു നല്ല ഡിസിഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, ഇന്ത്യയുടെ ബാറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ആദ്യ ഇന്നിംഗ്സിന്റെ ടൈമിൽ ന്യൂസിലാൻഡിന്റെ അത്യാവശ്യം ബോളർമാരൊക്കെ നല്ല റൺസ് വാങ്ങുമ്പോഴും ജേക്കബ് ഡഫിയുടെ സ്പെല്ല് ടോപ്പ് ക്ലാസ് ആയിരുന്നു. 4 ഓവറുകളിൽ 27 റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് 2 വിക്കറ്റ് അദ്ദേഹത്തിന് വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ട്. ജാമീസണും 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ന്യൂസിലാൻഡിന്റെ മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ നിന്ന് ഡെവോൺ കോൺവേയെ ഡെക്കിന് പറഞ്ഞയച്ചുകൊണ്ട് അർഷ്ദീപ് സിംഗ് തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. സഞ്ജു സാംസന്റെ ഒരു തകർപ്പൻ സ്റ്റണ്ണിംഗ് ക്യാച്ചിലൂടെയായിരുന്നു ഡെവോൺ കോൺവേ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നതും. അതൊരു കിടിലൻ ക്യാച്ച് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ബാറ്റിംഗിൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിക്കാതെ പോയത് തീർച്ചയായിട്ടും നിരാശയാണ്. മറുപടി ബാറ്റിംഗിൽ ഒടുവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസിലേക്ക് എത്താൻ മാത്രമാണ് നിശ്ചിത 20 ഓവറുകളിൽ ന്യൂസിലാൻഡിന് സാധിച്ചത്. 48 റൺസിന്റെ തകർപ്പൻ വിജയവുമായി ഇന്ത്യ വിജയം കൊണ്ടുതന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ബൗളിംഗിൽ ഇന്ത്യക്ക് വേണ്ടി ശിവൻ ദുബെയും വരുൺ ചക്രവർത്തിയും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ അർഷ്ദീപ് സിംഗിനും ഹാർദിക് പാണ്ഡ്യയ്ക്കും അക്സർ പട്ടേലിനും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.